കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ ആക്രമണം. 56 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാരുണ്ടെന്ന വിവരം കൂടി വരുന്നു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന്. റഹീസ്, കുവൈത്തിലേക്കുള്ള ഇറാന്റെ ആക്രമണം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും പഴയതുപോലെ തന്നെ സമാനമായ യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഈ വിമാനത്താവള ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? സുഹൈൽ, ഇന്ന് പുലർച്ചെ 2 തവണയാണ് കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായത്. അതിൽ തന്നെ ഏതാണ്ട് ഇന്ത്യൻ സമയം 11 മണിക്ക് ശേഷമാണ് കുവൈറ്റ് വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും വരുന്ന അപ്ഡേറ്റ് പരിക്കേറ്റവരുടെ എണ്ണം 50 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വാർത്തകൾ ക്രോഡീകരിച്ച് നോക്കിയാൽ അത് 50-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നിപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. അത് 56 എന്ന കണക്കിലേക്കാണ് പോകുന്നത്. എന്തായാലും 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ഉറപ്പാണ്. ഇവരെ 5 ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 6 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ 3 ഇന്ത്യക്കാരുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് വിവിധ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്രയും വ്യാപ്തിയുള്ള ഒരു അപകടം ആദ്യപാദ അപകടത്തിലോ ആക്രമണത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാമതുണ്ടായ ആക്രമണത്തിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുവരെയും ഇത്രയധികം പേർക്ക് പരിക്കേറ്റ ഒരു സംഭവം ഈ സംഘർഷത്തിന്റെ ഭാഗമായി ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ അതിപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ഏറ്റവും വലിയ ആക്രമണമായി ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നേരിട്ട ആക്രമണം, അത് ഇന്ന് കുവൈറ്റ് നേരിട്ട ആക്രമണം എന്ന നിലയിലേക്ക് കാണാൻ കഴിയും. എയർപോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത്, അതായത് ടെർമിനൽ 1ലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അവിടെ പാസഞ്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ആക്രമണം. ഒപ്പം തന്നെ അതിന്റെ ഒരു സ്ട്രക്ചറിന് എയർപോർട്ടിന് കേടുപാടുകൾ വരുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ നിലവിൽ എന്തായാലും എല്ലാ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേരളത്തിൽ നിന്ന് അടക്കം വന്ന വിമാനങ്ങൾ മറ്റു ചില വിമാനത്താവളങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെയും അറൈവൽ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ കുവൈറ്റ് വിമാനത്താവളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം കഴിഞ്ഞ തവണയും ഉണ്ടായത്. അതിന്റെ ഭാഗമായി വിമാനത്താവളം പൂർണ്ണ നിലയിലേക്ക് പ്രവർത്തന സജ്ജമായിട്ട് ഏതാണ്ട് കുറച്ചു കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഏതാണ്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. മറ്റു വിമാനത്താവളങ്ങളൊക്കെയും ഗൾഫ് മേഖലയിൽ തുറന്ന് പ്രവർത്തിച്ചിട്ടും ഈ കുവൈറ്റ് വിമാനത്താവളം തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കുവൈറ്റ് വിമാനത്താവളം ഇപ്പോൾ തുറന്നിരുന്നു. അതിനുശേഷം ആക്രമണം ഉണ്ടായി. ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. എന്തായാലും സമയത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായി, തീവ്ര ആക്രമണമായി ഇതിനെ കാണേണ്ടി വരും. നിലവിൽ 56 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. 3 പേർ മലയാളികളാണ് സുഹൈൽ. ഇന്ത്യക്കാരാണ് സുഹൈൽ. എന്തായാലും യുദ്ധഭീതി കനക്കുകയാണ്. ഇറാനിലെ കെഷം ഐലൻഡിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് തിരിച്ചടി എന്ന കണക്കിൽ ഇറാൻ ഇപ്പോൾ കുവൈത്തിനെ ആക്രമിച്ചിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ്. റഹീസ്, ഇതൊരു പാഠമാണ്, ലെസനാണ് അമേരിക്കയ്ക്ക് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നൽകിയിരിക്കുന്നത്. അതായത് ഇനിയും നേരത്തെയൊക്കെ നെഗോഷിയേഷന്റെ ടേബിളുകൾ തുറന്നിരുന്നു, ഇനി അങ്ങോട്ടേക്ക് ചർച്ചകളില്ല, വീണ്ടും പഴയ രീതിയിലേക്ക് യുദ്ധം കനക്കുന്നു എന്നുള്ളൊരു സാധ്യതാ സൂചന കൂടിയാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും സമാനമായ ഒരു ജാഗ്രത ഇപ്പോൾ പുലർത്തുന്നുണ്ടോ റഹീസ്? സുഹൈലി, മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ അത് പ്രധാനമായിട്ടും ബഹ്റൈനിൽ രാവിലെ ആക്രമണം ഉണ്ടായിരുന്നു. 3 മിസൈൽ ആക്രമണം നേരിട്ടതായി ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ഡ്രോണുകൾ തങ്ങളുടെ രാജ്യം ലക്ഷ്യമാക്കി വന്നിട്ടുണ്ട്, തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ബഹ്റൈൻ സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. ഗൾഫ് മേഖല ഒന്നാകെ കഴിഞ്ഞ 2 ആഴ്ചയായി ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ചില സന്ദർഭങ്ങളിലൊക്കെയും UAE കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു. തുടർച്ചയായ 3 ദിവസം UAE കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് കുവൈറ്റിലേക്കൊക്കെ ആക്രമണം നീളുന്നത്. അപ്പോൾ UAE അടിക്കടി പറഞ്ഞിരുന്നു ഈ ഇറാൻ ഈ മേഖലയ്ക്ക് തന്നെ ഒരു വലിയ ഭീഷണിയാണ്. ഇറാനെ എത്രയും വേഗം കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഈ മേഖലയ്ക്ക് ഉടനീളം വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതൊക്കെയും UAE വ്യക്തമാക്കിയിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ പ്രധാനപ്പെട്ട ഭരണാധികാരികളൊക്കെ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് UAEയുടെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് അതൊരു ഗൾഫ് യൂണിറ്റിക്ക് വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വലിയ തോതിൽ ഒരു ഐക്യം കാണിക്കേണ്ട സമയമാണിത്, ശക്തമായ നിലപാട് പ്രകടിപ്പിക്കേണ്ട സമയമാണിത് എന്ന് പറയുന്നു. കാരണം ഈ ആക്രമണം ഉണ്ടായി ആദ്യ കഴിഞ്ഞതിന് ശേഷം UAE വലിയൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ആദ്യ ഘട്ടത്തിലെ ആക്രമണത്തിൽ കാര്യമായി ഗൾഫ് മേഖലയിലെ ഒരു ഐക്യം പ്രകടമായിരുന്നില്ല എന്നുള്ളൊരു വിമർശനം UAEയുടെ ഭാഗത്ത്. കുവൈത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നടക്കം അപലപിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാന് നൽകാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ?
സുഹൈൽ, അത്തരത്തിലൊരു സംയുക്തമായ ഒരു പ്രസ്താവന ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ചൊരു യോഗം ചേരുകയോ ഏതെങ്കിലും സുപ്രധാനമായ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഒറ്റ രാജ്യങ്ങൾ എന്ന രീതിയിൽ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം കൂട്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും വന്നിട്ടില്ല. അത് തന്നെയാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നത്. അറബ് ലീഗിനെതിരെ പ്രധാനമായിട്ടും UAE രംഗത്ത് വന്നത് കഴിഞ്ഞ തവണ ഉണ്ടായ ആക്രമണങ്ങളിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാത്തതിന്റെ പേരിലാണ്. പക്ഷെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ തുടരുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇന്നത്തെ ആക്രമണം ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും തീവ്രമായതാണ്. കൈവിട്ട കളിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനം പരക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു റെസിഡൻഷ്യൽ ഒരു ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ഈ ഫെബ്രുവരി 28 മുതലുള്ള ഈ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി ഏതെങ്കിലും തരത്തിൽ നൽകേണ്ടതുണ്ടോ എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കും. ഒപ്പം തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാൻ യോഗങ്ങളും ഉണ്ടാകും. സുഹൈൽ, എന്തായാലും അല്പമാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതുപോലെയുള്ള അശാന്തമായ പശ്ചിമേഷ്യൻ അന്തരീക്ഷം വീണ്ടും ഉടലെടുക്കുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുവൈത്തിലാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.